Welcome back to Bosco Campus Vision. Today we are discussing the subject Business Environment and Policy of S3 BBA under Kerala University, and myself Mary Netto, Assistant Professor from Department of Management, Don Bosco College, Kottayam. Today we are going to discuss the powers and functions of the board, that is SEBI. So last session we already discussed what is SEBI or what is the constitution or what are the objectives of SEBI. So in continuation we can discuss the powers and functions of the board. So before going for the topic, first we can discuss what is SEBI. So SEBI means Securities and Exchange Board of India, or we can say it is an act of 1992. So the Securities and Exchange Board of India was constituted in 1988 under a resolution of the Government of India, bringing to an end the government's direct regulation to capital issues through the Office of the Controller of Capital Issue. So the SEBI has made its presence felt in the capital market through its various developmental and regulatory measures for ensuring investor protection and healthy development and regulation of the capital market. And so we can say is that it was made a statutory body by the Securities and Exchange Board of India Act 1992. അപ്പോൾ സെബിയുടെ ഫുൾ ഫോമാണ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ സെബിയുടെ ആക്ട് എന്ന് പറയുന്നത് എന്താണ്, 1992 ആക്റ്റാണ്. അപ്പം ഒരു സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് ആദ്യം 1988 അതിനുശേഷമാണ് അതൊരു ബോർഡ് ഓഫ് ഇന്ത്യ ആയിട്ട് അല്ലെങ്കിൽ അമെൻഡ് ചെയ്തൊരു ആക്റ്റായിട്ട് 1992 അത് അമെൻഡ് ചെയ്തത്. സോ ഗവൺമെൻറ്റിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ക്യാപിറ്റൽ ഇഷ്യൂ ഇല്ലേ, അതായത് ഇൻവെസ്റ്റേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അതായത് ക്യാപിറ്റൽ മാർക്കറ്റിലേക്ക് അല്ലെ ഇൻവെസ്റ്റേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, ഒരു ഹെൽത്തി ഡെവലപ്മെൻറ്റ് ആൻഡ് റെഗുലേഷൻ ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന്. അപ്പം നമ്മുടെ മാർക്കറ്റിലേക്ക് ഇല്ല ഇൻവെസ്റ്റേഴ്സ്, സെക്യൂരിറ്റീസിൻ്റെ കേസിലൊക്കെ വരുന്ന ഇൻവെസ്റ്റേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക. അപ്പം നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു വളർച്ചയും കൂടെയാണ് സെബി കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് ഗവൺമെൻറ് ആദ്യകാലത്തൊക്കെ ഗവൺമെൻറ് എങ്ങനെയായിരുന്നു, ഒരു ഡയറക്റ്റ് റെഗുലേഷൻ, ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്യുന്നത് ഡയറക്റ്റ് ആയിരുന്നു. അപ്പം ആക്ട് 1992 സെബി ആക്ട് വന്നതിന് ശേഷം ഒരു സ്റ്റാറ്റുട്ടറി ബോഡിയായിട്ട് അവർ മാറുകയും ഇൻവെസ്റ്റേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. അപ്പം ഈ ആക്ടിലൂടെയാണ് പിന്നെ ഗവൺമെൻറ് എന്ത് ചെയ്തത്, ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ നമ്മൾ ലാസ്റ്റ് സെക്ഷനിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പം ടുഡേ വി ക്യാൻ ഡിസ്കസ് ദി പവേഴ്സ് ആൻഡ് functions of the board. So these are the powers and functions of the board. So there are main powers and functions of SEBI. The first is regulating the business conducted in stock exchange and any other securities market. Second one, registering and regulating the working of stockbrokers, sub-brokers, share transfer agents, bankers to an issue, trustee of trust deed, registrar to an issue, merchant bankers and other intermediaries who may be associated with the securities market in any manner. The first one we can discuss, that is the regulating the business conducted in stock exchange and any other securities market. അപ്പം സെബി അല്ലേ, സെക്യൂരിറ്റീസ് ഓഫ് ബോർഡ് ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്ന ബോർഡിൻ്റെ അല്ലെങ്കിൽ സ്റ്റാറ്റുട്ടറി ബോഡിയുടെ ഫസ്റ്റ് പവർ ആൻഡ് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അവർ ആരെ റെഗുലേറ്റ് ചെയ്യുന്നു, സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ അല്ലെങ്കിൽ സെക്യൂരിറ്റി മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്താണെന്ന് നമുക്കറിയാം അല്ലേ, സ്റ്റോക്ക് എക്സ്ചേഞ്ചോ അല്ലെങ്കിൽ സെക്യൂരിറ്റി മാർക്കറ്റ്സിലൊക്കെ ഉള്ള ബിസിനസ്സിനെ മാക്സിമം റെഗുലേറ്റ് ചെയ്യും. അപ്പം ഒരു 1992 ആക്ട് പ്രകാരം സെബിയുടെ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എങ്ങനെയാണ്, അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ചാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചും സെക്യൂരിറ്റി മാർക്കറ്റും നിലനിൽക്കുന്നത്. അപ്പോൾ അവരെ റെഗുലേറ്റ് ചെയ്യുക, അതാണ് അവരുടെ ഫസ്റ്റ് പവർ ആൻഡ് ഫങ്ഷൻ. Second one, registering and regulating the working of stock brokers. ഇനി നമ്മൾ റെഗുലേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു, ഇനി അവരെ രജിസ്റ്റർ ചെയ്യുക അല്ലെങ്കിൽ സ്റ്റോക്ക് ബ്രോക്കേഴ്സിനെ രജിസ്റ്റർ ചെയ്യുക, റെഗുലേറ്റ് ചെയ്യുക, അവരുടെ വർക്കിനെയൊക്കെ നമ്മൾ മോണിറ്റർ ചെയ്യുക. അപ്പം സ്റ്റോക്ക് ബ്രോക്കേഴ്സ് ഉണ്ടാവും, സബ് ബ്രോക്കേഴ്സ് ഉണ്ടാവും, ഈ ഷെയർ ട്രാൻസ്ഫർ ഏജൻസ് ഉണ്ട്,
പിന്നെ ബാങ്കേഴ്സ് ടു ആൻ ഇഷ്യൂ അല്ലെങ്കിൽ ട്രസ്റ്റി ഡീഡ് ആവാം, രജിസ്ട്രാർ ടു ആൻ ഇഷ്യൂ അല്ലെങ്കിൽ മെർച്ചൻറ്റ് ബാങ്കേഴ്സ്, അതർ ഇൻ്റർമീഡിയറീസ്. അപ്പം ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചോ അല്ലെങ്കിൽ സെക്യൂരിറ്റി മാർക്കറ്റുമായിട്ട് നിലനിൽക്കുന്ന ആരൊക്കെയാണ്? അത് ബ്രോക്കേഴ്സ് ആവാം, സബ് ഏജൻറ്റ്സ് ആവാം, ഇൻ്റർമീഡിയറീസ് ആവാം. സാധാരണക്കാർക്ക് ഒരിക്കലും നേരിട്ട് നമുക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായിട്ട് ഇടപെടാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? സെക്യൂരിറ്റി മാർക്കറ്റിലേക്ക്. അപ്പം ചിലപ്പോൾ നമ്മൾ ബ്രോക്കേഴ്സ് വഴിയാവാം, സബ് ബ്രോക്കേഴ്സ് ആവാം, ഇൻ്റർമീഡിയറീസ് ആവാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം രജിസ്റ്റർ ചെയ്യുക, റെഗുലേറ്റ് ചെയ്യുന്നത് സെബിയുടെ ഒരു ഉദ്ദേശമാണ്. ആൻഡ് സോ ദേ ആർ who may be an associated with the security market in any manner. അപ്പം ഒരു സെക്യൂരിറ്റി മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എന്ത് കാര്യത്തിനെയും റെഗുലേറ്റ് ചെയ്യുന്നതും രജിസ്റ്റർ ചെയ്യുന്നതും അല്ലെങ്കിൽ സെബിയുടെ അധികാരത്തിൽപ്പെട്ടതാണ്. അവരുടെ പവേഴ്സും ഫങ്ഷൻസും നിലനിൽക്കുന്നതാണ് സെക്യൂരിറ്റി മാർക്കറ്റ്, സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് വി സേസ് ദാറ്റ് റെഗുലേറ്റിംഗ് ദ ബിസിനസ് കണ്ടക്റ്റഡ് ഇൻ stock exchange and other securities market. Second, we says that registering and regulating the working of stock brokers, sub brokers, share transfer agent or merchant bankers or other intermediaries. Then the third is registering and regulating the working of collective investment scheme including mutual funds. And the fourth is promoting and regulating self-regulatory organizations. Fifth is prohibiting fraudulent and unfair trade practices relating to securities market. The next is promoting investors education and training of intermediaries of securities market. Then the third is registering and regulating the working of collective investment scheme including mutual fund. അപ്പം മൂന്നാമത്തേൽ പറയുന്നത് എന്താണ്? റെഗുലേറ്റിംഗ് ആൻഡ് രജിസ്റ്ററിങ് ദ വർക്കിംഗ് ഓഫ് കളക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമിൽ, അതായത് മ്യൂച്വൽ ഫണ്ട്സ് ആകാം അല്ലെങ്കിൽ കൂട്ടത്തോടെ ഇല്ലേ. ഇപ്പോൾ ഒരാൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കളക്റ്റീവായിട്ട് 3-4 പേര് ഒരുമിച്ച് ചേർന്ന് ചിലപ്പം എക്സ്ചേഞ്ച് സെക്യൂരിറ്റി മാർക്കറ്റിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ രജിസ്റ്റർ ചെയ്യുക, റെഗുലേറ്റ് ചെയ്യുക. അത് മ്യൂച്വൽ ഫണ്ട്സ് ആണെങ്കിൽ പോലും അത് സെബിയുടെ കണ്ടീഷൻസ് അനുസരിച്ച് മാത്രമേ നമുക്കവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. Then promoting and regulating self-regulatory organization. ഇനി സെൽഫ് റെഗുലേറ്ററി ഓർഗനൈസേഷൻസ് ഉണ്ടല്ലേ. സ്വമേധിയ അവരെന്ത് ചെയ്യും? സെക്യൂരിറ്റി മാർക്കറ്റ്സിൽ അല്ലേ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള ഓർഗനൈസേഷൻസ് ഉണ്ടെങ്കിൽ സെൽഫ് റെഗുലേഷൻസ് ആണ്, അല്ലെങ്കിൽ അവരാണ് തീരുമാനിക്കുന്നത് എന്ത് ചെയ്യണം അല്ലെങ്കിൽ എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യുക? അവരെ പ്രൊമോട്ട് ചെയ്യുക, അവരെ റെഗുലേറ്റ് ചെയ്യുക. സോ പ്രൊമോട്ടിങ് ആൻഡ് റെഗുലേറ്റിംഗ് സെൽഫ് റെഗുലേറ്ററി ഓർഗനൈസേഷൻസ്. Then prohibiting fraudulent and unfair trade practices relating to securities market. ഈ സെക്യൂരിറ്റി മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സ് ഇല്ലേ, അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനോടൊപ്പം ഫ്രോഡ്സ് തടയുക അല്ലെങ്കിൽ അൺഫെയർ ആയിട്ടുള്ള ട്രേഡ് പ്രാക്ടീസസ് തടയാനും ആര് സഹായിക്കുന്നു? സെബിയുടെ ആക്ട് അല്ലെങ്കിൽ ആ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയുടെ ആക്ട് 1992 ആക്ട് നമ്മളെ സഹായിക്കുന്നു. സോ ഫ്രോഡ് അല്ലെങ്കിൽ അൺഫെയർ ആയിട്ടുള്ള ഒരു ട്രേഡ് പ്രാക്ടീസസ് സെക്യൂരിറ്റി മാർക്കറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അതുവഴി അൺഫെയർ ആയിട്ടുള്ളൊരു ട്രേഡ് നടക്കാതിരിക്കാനായിട്ട് അവർ നമ്മളെ സഹായിക്കുന്നു. ആൻഡ് ദ നെക്സ്റ്റ് ഈസ് പ്രൊമോട്ടിംഗ് ഇൻവെസ്റ്റേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ഓഫ് ഇൻ്റർമീഡിയറീസ് ഓഫ് സെക്യൂരിറ്റി മാർക്കറ്റ്സ്. ഇനി ഓരോ ഇൻവെസ്റ്റേഴ്സിനും സെക്യൂരിറ്റി മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഓരോ ഇൻവെസ്റ്റേഴ്സിനെയും സെബി എന്ത് ചെയ്യുന്നു? പ്രൊമോട്ട് ചെയ്യുന്നു. എങ്ങനെയാണ്? അവർ എഡ്യൂക്കേറ്റ് ചെയ്യുന്നു, ട്രെയിൻ ചെയ്യുന്നു. അതായത് എന്താണ് സെക്യൂരിറ്റി മാർക്കറ്റ്, അവിടെ ഇൻവെസ്റ്റ് ചെയ്താൽ എന്താണ് അതിനകത്ത് നിങ്ങൾക്ക് ഉണ്ടാകുന്ന മെച്ചം, ഇതിനെല്ലാം അവർ എഡ്യൂക്കേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഇൻ്റർമീഡിയറ്റ്സിനെ ട്രെയിൻ ചെയ്യുന്നു. എങ്ങനെയാണ് നിങ്ങൾ സെക്യൂരിറ്റി മാർക്കറ്റ്സിലേക്ക് വരേണ്ടത്, അവിടെ ഷെയറിനെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യണം. അപ്പം അതിനെല്ലാം ഒരു എഡ്യൂക്കേഷനിലൂടെ ട്രെയിനിങ്ങിലൂടെ സെബി നമ്മളെ പ്രൊമോട്ട് ചെയ്യുന്നു. സോ തേർഡ് ഈസ് registering and regulating the working of collective investment scheme including mutual fund. Then promoting and regulating self-regulatory organization. And next is prohibiting fraudulent and unfair trade practices relating to securities market. Then promoting the investors education and training of intermediary of securities market. The next is prohibiting insider trading and securities, regulating substantial acquisition of shares and takeover of companies, obtaining information from and undertaking inspection and audit of the stock exchange and their intermediaries,
and self-regulatory organization in the security market as also conducting inquiries about them. അപ്പോൾ അതിൽ ആദ്യം പറയുന്നത് എന്താണ്? പ്രൊഹിബിറ്റിംഗ് ഇൻസൈഡർ ട്രേഡിംഗ് ആൻഡ് സെക്യൂരിറ്റീസ്. അപ്പം അതായത് സെക്യൂരിറ്റി മാർക്കറ്റ്സിലോ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലോ അകത്തുള്ള ആൾക്കാർ അല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാർക്ക് അല്ലെങ്കിൽ അവിടെ കൂടുതൽ വിവരങ്ങൾ ഇതിനെപ്പറ്റി അറിയാവുന്നവർക്ക് ഒരിക്കലും എന്താണ് സെക്യൂരിറ്റി മാർക്കറ്റിൽ ജോയിൻ ചെയ്യാനോ അല്ലെങ്കിൽ ഷെയർസ് വാങ്ങാനുള്ള പവറില്ല. അതിനെ സെബി പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്ന കാര്യം എന്താണ്? സെബിയുടെ റൂൾസും റെഗുലേഷൻസും പവേഴ്സും എല്ലാം അവർക്ക് അറിയാം. അപ്പോൾ അങ്ങനെ അറിഞ്ഞു വെച്ചുകൊണ്ട് കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാൻ ഒരിക്കലും സെബി സമ്മതിക്കാറില്ല. അതുകൊണ്ടാണ് പ്രൊഹിബിറ്റിംഗ് ഇൻസൈഡർ ട്രേഡിംഗ് ആൻഡ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. Then regulating substantial acquisition of shares ആൻഡ് ടേക്ക് ഓവർ ഓഫ് കമ്പനി. ഇനി അവർ ചെയ്യുന്നത് എന്താണ്? സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള ചില ഷെയർസ് ഇല്ലേ, നമുക്ക് ഗുണവന്ന നിലയിലുള്ള ഷെയർസിനെ നമുക്ക് വാങ്ങാം. ഇനി ചില കമ്പനീസിനെ വേണമെങ്കിൽ ടേക്ക് ഓവർ ചെയ്യാം ഇല്ലേ, അതായത് എ എന്ന് പറയുന്ന കമ്പനിക്ക് സി എന്ന് പറയുന്ന കമ്പനിയെ വേണമെങ്കിൽ ഏറ്റെടുക്കാം, അപ്പോൾ ടേക്ക് ഓവർ ചെയ്യാം. അപ്പം സെബി പറയുന്നത് എന്താണ്? ഇപ്പം ചില കമ്പനീസിൻ്റെ ഷെയർ 90% ഷെയറൊക്കെ അവർ വിൽക്കുകയാണെങ്കിൽ അത് വേറൊരു കമ്പനിക്ക് എന്ത് ചെയ്യാം? ടേക്ക് ഓവർ ചെയ്യാം, അത് മൊത്തത്തിൽ വാങ്ങാം. അപ്പം അതിനെ എന്താണ് അപ്പോൾ ഗുണകരമായിട്ടുള്ള ഷെയർസൊക്കെ ആണെങ്കിൽ അതിനെ റെഗുലേറ്റ് ചെയ്യാൻ സെബി അനുവദിക്കും. നെക്സ്റ്റ് ഇസ് obtaining information from and undertaking inspection and audit of stock exchange. ഇനി നമ്മൾ കിട്ടുന്ന ഇൻഫർമേഷൻസ് ഇല്ലേ, ഒരു ഇൻസ്പെക്ഷൻ അല്ലെങ്കിൽ ഓഡിറ്റ് ഇല്ലേ, ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ എല്ലാ കാര്യങ്ങളും കണക്കെടുപ്പുണ്ടാകും. ആൻഡ് ദ ഇൻ്റർമീഡിയറീസ് ആൻഡ് സെൽഫ് റെഗുലേറ്ററി ഓർഗനൈസേഷൻ ഇൻ ദ സെക്യൂരിറ്റി മാർക്കറ്റ് ആസ് ഓൾസോ കണ്ടക്ടിങ് എൻക്വയറി അബൌട്ട് ദം. അങ്ങനെയാണെങ്കിൽ ആ ഇൻ്റർമീഡിയറ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിലനിൽക്കുന്ന ഇൻ്റർമീഡിയറീസ് ഉണ്ടാവാം, സെൽഫ് റെഗുലേറ്ററി ഓർഗനൈസേഷൻസ് ഉണ്ടാവാം. ഇവരെല്ലാം തന്നെ എന്താണ്? ചില എൻക്വയറി അല്ലെങ്കിൽ ആ ഓഡിറ്റിനെ പറ്റിയുള്ള എൻക്വയറീസ്, ആ കണക്കെടുപ്പ്, ഇതിനെ പറ്റിയുള്ള അന്വേഷണം, അപ്പം അതിനെ ഡിപ്പെൻഡ് ചെയ്തുള്ള ഇൻഫർമേഷൻസ് സെബി പാസ് ചെയ്തിരിക്കും. സോ പ്രൊഹിബിറ്റിംഗ് ഇൻസൈഡർ ട്രേഡിംഗ് ആൻഡ് സെക്യൂരിറ്റി, റെഗുലേറ്റിംഗ് സബ്സ്റ്റാൻഷ്യൽ അക്വിസിഷൻ ഓഫ് ഷെയർസ് ആൻഡ് ടേക്ക് ഓവർ ഓഫ് കമ്പനി, obtaining information from and undertaking inspection and audit of the stock exchange and their intermediary and self-regulatory organization in the security market as also conducting inquiries about them. So clear with the point? The next is levying fees or other charges for carrying out the functions of the section. Then conducting research for the purpose mentioned above, and the last is performing such other functions as may be necessary in this contest. അപ്പോൾ ഇവിടെ പറയുന്നത് ലിവിങ് ഫീസ് ഓർ അതർ ചാർജസ് ഇല്ലേ. അപ്പം ഈ സെക്യൂരിറ്റീസിൽ അല്ലെങ്കിൽ എക്സ്ചേഞ്ച് സെബി പറയുന്നത് എന്താണ്? അവരൊരു ചാർജ് ഈടാക്കും. എന്തിനാണ്? ക്യാരിങ് ഔട്ട് ദ ഫങ്ഷൻസ് ഓഫ് ദിസ് സെക്ഷൻ. അപ്പം സെബിയായിട്ട് ബന്ധപ്പെട്ട് സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ചിലോ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലോ ഒക്കെ ബ്രോക്കേഴ്സോ സബ് ബ്രോക്കേഴ്സോ ഇൻ്റർമീഡിയറ്റ്സോ ഒക്കെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവരതിനൊരു ചാർജസ് സെബി വഴി ഈടാക്കാറുണ്ട്. സോറി. then conducting research for the purpose mentioned above. ഇനി ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ഓരോ കാര്യത്തിലും എന്താണ്? സെബി റിസർച്ച് കണ്ടക്ട് ചെയ്യും. കാരണം എന്തുകൊണ്ടാണ്? അവർ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളിലും ഇനി എന്തെങ്കിലും ഭേദഗതി അമെൻഡ് ചെയ്യണോ അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റീവ്സിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുത്തണം. അതുകൊണ്ട് they always keep on research in above mentioned. then performing such other functions as may be necessary in this contest. ഇനി ഈ പറഞ്ഞ കോണ്ടസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് വേറെയും ഫങ്ഷൻസുകളുണ്ട്. അപ്പോൾ ഒരു സെബി എന്ന് പറയുമ്പം ഇത്രയും പവേഴ്സിലും ഫങ്ഷൻസിലും ഒതുങ്ങുന്നില്ല. പകരം എന്താണ്? ഈ കോണ്ടസ്റ്റുമായിട്ട് അല്ലെങ്കിൽ സെക്യൂരിറ്റി മാർക്കറ്റും സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് വേറെ ഫങ്ഷൻസും പവേഴ്സും ഒക്കെ ഓൾറെഡി അവർക്ക് ഉണ്ട്. സോ clear with the points. So today we discuss the powers and functions of the board, that is SEBI. So there are many functions and powers of SEBI. We discuss here 13 functions I think. So clear with the point. So this is the end of today's section. Prepare well, study well. This is an important question for the university exam. Thank you.